ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്യാം. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽക്കാലം സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകിയത് ഓർത്ത് ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് സ്തോത്രം ചെയ്യുന്നു. വരുവാനുള്ളവൻ വേഗത്തിൽ വരും, ഒട്ടും താമസിക്കത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വരവിൻ്റെ അടയാളങ്ങൾ അവിടെ ഇവിടെങ്ങ് ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവ വരവിന് വേണ്ടി നാം ഒരുക്കമുള്ളവരായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥനയിലും ആരാധനയിലും ആമേൻ ദൈവമായുള്ള കൂട്ടായ്മയിലും നാം മടുപ്പില്ലാത്തവരായി ഉത്സാഹത്തോട് നിൽക്കുവാൻ ദൈവം പിന്നെയും നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അധികം പ്രാർത്ഥിക്കുക. അടുത്തുള്ളവർ കൈ കൊടുത്ത് പറഞ്ഞ് അധികം പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. ഹല്ലേലൂയ. പോരാടി പ്രാർത്ഥിക്കണം. വാഗ്ദത്തങ്ങൾ നിവൃത്തീകരിച്ച് കാണുന്നത് വരെ പ്രാർത്ഥിക്കണം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് വളരെ വ്യക്തമായി ആമേൻ നൽകുന്ന ഒരു ചിന്തയിലേക്ക് ഈ പകൽക്കാലം കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ഒരുപാട് വലിയ ഒരു മെസ്സേജ്, എന്നാൽ ആമേൻ ചുരുങ്ങിയ സമയത്തിൽ പറയുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുകയാണ്. ആമേൻ. 2008 വർഷത്തിൽ നമ്മുടെ സഭയിൽ വെച്ച് ഒരു 40 ദിവസ ഉപവാസ പ്രാർത്ഥന നടത്തപ്പെട്ടു. ആമേൻ. ഹല്ലേലൂയ. പങ്കെടുത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കരമുയർത്തിക്കേ. 2008 വർഷം. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഓഗസ്റ്റ് മാസം. ആമേൻ. ആമേൻ. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ, എനിക്ക് ഓർമ്മ ശരിയാണെങ്കിൽ ഓഗസ്റ്റ് മാസമാണത് ആമേൻ അവസാനിച്ചത്. ആ 8 മാസം 8 വർഷം 8 തീയതി 8 മാസം 8 തീയതി 2008 വർഷത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് ഒരു വാക്യം പറഞ്ഞു. ആമേൻ. അത് എൻ്റെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിയ ഒരു വചനമായിരുന്നു. ഹല്ലേലൂയ. ആ വർഷം കഴിഞ്ഞപ്പോൾ 2009 ഞാൻ കടന്നുപോയ പല സ്ഥലങ്ങളിൽ ഏതാണ്ട് ഒരു 35ഓളം പ്രസംഗം അതേ വാക്യത്തിൽ നിന്ന് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. ഒറ്റ വാക്യത്തിൽ നിന്ന്. ആമേൻ. കാരണം എനിക്കറിയത്തില്ല, എന്നാൽ പോകുന്ന സ്ഥലത്തെല്ലാം ആ മെസ്സേജ് പറയാൻ ഒരു നിയോഗമുണ്ടായി. 2009, 2010, 2011 വർഷങ്ങളിൽ പോയ 3-4 രാജ്യങ്ങളിൽ ആ വാക്യങ്ങൾ അവൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പ്രസംഗിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് പ്രേരണ നൽകി. അവൻ കാലങ്ങൾ കഴിഞ്ഞു, അനേക സാക്ഷ്യങ്ങൾ കേൾക്കുവാനിടയായി. ആമേൻ. ഹല്ലേലൂയ. അനേക സാക്ഷ്യങ്ങൾ, 1-2 സാക്ഷ്യങ്ങളല്ല. അവൻ ഇന്നും ചിലർ വിളിച്ച് പറയും, പാസ്റ്റർ വന്നപ്പോൾ ഞങ്ങളുടെ ദേശത്ത് ഞങ്ങളുടെ സഭയിൽ പറഞ്ഞ വീണ്ടും അവിടെ ഒന്നും പോകാനുള്ള അവസരം കിട്ടിയിട്ടില്ല. എന്നാൽ ആ സാക്ഷ്യങ്ങൾ അവൻ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നതായിരുന്നു. 2 കാര്യങ്ങൾ 2008 40 ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ആമേൻ സ്തോത്രം വാഗ്ദത്തം കണ്ടില്ല. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ നന്മ കണ്ടില്ല. എന്നാൽ ഒരുപാട് പോരാട്ടങ്ങളിൽ കൂടെ സഭ ഇന്ന് വരെ പോയിട്ടില്ലാത്ത ചില പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകേണ്ടത് വന്നു. ചിലർ ചിന്തിക്കും ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ ഉടനെ സ്വർഗമാണ് വെളിപ്പെടുന്നതെന്ന്. എല്ലാവർക്കും സ്വർഗം വെളിപ്പെടത്തില്ല. ചിലർക്ക് തീച്ചൂളയായിരിക്കും വെളിപ്പെടുന്നത്. ചിലർക്ക് കഠിനമായ പ്രതികൂലത്തിൻ്റെ കാറ്റുകൾ ജീവിതത്തിൽ കടന്നു വരും. ചിലർക്ക് ഉടനെ അത്ഭുതങ്ങൾ നടക്കാം ഉപവാസ പ്രാർത്ഥനകളിൽ. എന്നാൽ ചിലരുടെ ജീവിതത്തിൽ പ്രതികൂലത്തിൻ്റെ കാറ്റടിക്കുന്നു എങ്കിൽ തളർന്നു പോകാതെ നിൽക്കണം, ഉറപ്പോട് നിൽക്കണം. ആ ഉറപ്പാണ് വാഗ്ദത്തത്തിൻ്റെ വാതിലുകളെ നമുക്ക് വേണ്ടി തുറക്കുന്നത്. ഹല്ലേലൂയ. ഏതെല്ലാം വിഷയത്തിന് വേണ്ടി നാം പ്രാർത്ഥിച്ചോ, ഏതെല്ലാം വാഗ്ദത്തം ദൈവം നമുക്ക് നൽകിയോ, അത് അവൻ നിശ്ചയമായി നിവർത്തിക്കപ്പെടും. ഹല്ലേലൂയ. അവൻ ആ ഉപവാസത്തിൻ്റെ ഇടയ്ക്ക് ദൈവം ഒരു വെളിപ്പാട് കാണിച്ചു. അവൻ ആ ടൈമിലെല്ലാം രാവിലെ പ്രാർത്ഥന ഉണ്ട്, ഉച്ച കഴിഞ്ഞും പ്രാർത്ഥന ഉണ്ട്. അവൻ ഉച്ച കഴിഞ്ഞ് ചിലർ വന്ന് കൂടിയിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം, ആ സമയത്ത് അവൻ ഹല്ലേലൂയ സ്തോത്രം ഒരു പെട്ടി ഇറങ്ങി വരുന്നത് പോലെ ഞാൻ കാണുക. അവൻ പെട്ടെന്ന് ഞാൻ മുമ്പിൽ നോക്കുമ്പോൾ നമ്മുടെ സ്വോത്രകാഴ്ച പെട്ടിയാണ് മുമ്പിലിരിക്കുന്നത്. കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ സ്വോത്രം വീണ്ടും കണ്ണടച്ചു. സ്വോത്രം ഈ സ്വോത്രകാഴ്ച പെട്ടിയല്ലോ ഇറങ്ങി വന്നത്, പെട്ടി ഇറങ്ങി വരുന്നത് കാണുന്നു. ആമേൻ സ്വോത്രം. അടുത്ത ദിവസം വന്ന ദൈവദാസൻ പ്രസംഗിച്ചു. ആമേൻ. ഓബേദ്ഏദോമിൻ്റെ വീട്ടിൽ ദൈവത്തിൻ്റെ നിയമപ്പെട്ടകം ഉണ്ടായിരുന്നു. 3 മാസം ആ നിയമപ്പെട്ടകം ഉണ്ടായിരുന്നത് കൊണ്ട് ദൈവം അവനെയും
അവൻ്റെ കുടുംബത്തെയും അവനുള്ളതൊക്കെയും ദൈവം അനുഗ്രഹിച്ചു. ആമേൻ. നിങ്ങൾ വാഗമണ്ണിൻ്റെ ചരിത്രം ഒന്ന് എടുത്തു നോക്കിയാൽ 2008 വാഗമൺ ആർക്കും അറിയപ്പെടത്തില്ല. ഇവിടെ ആമേൻ ഹല്ലേലൂയ സ്തോത്രം 2008 ഒരു റിസോർട്ട് പോലും ഉണ്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, ഒരു ലോഡ്ജ് പോലുമില്ല. ആമേൻ. ഒരാൾക്ക് വന്ന് താമസിക്കുവാൻ വാഗമണ്ണിൽ ഒരു ലോഡ്ജ് പോലും ഇല്ലാത്ത കാലഘട്ടത്ത് ആമേൻ കർത്താവ് ആ വാക്യങ്ങൾ പറഞ്ഞപ്പോൾ ഇന്ന് വാഗമണ്ണിൽ ഇറങ്ങുവാൻ കഴിയത്തില്ല. അത്രയ്ക്ക് വാഹനങ്ങളാണ്, അത്രയ്ക്ക് കെട്ടിടങ്ങളാണ്. വാഗമണ്ണിൻ്റെ സ്ഥിതി മാത്രമല്ല, നമ്മുടെ സ്ഥിതിക്കും ദൈവമാറ്റം വരുത്തി. 2 ദൈവം പറഞ്ഞ ആ വചനം ഞാൻ ഒന്നുകൂടെ പറയാം. ആരെങ്കിലും ഓർമ്മയുള്ളവർ പറഞ്ഞേ? സ്തോത്രം. യോവേൽ പ്രവചന പുസ്തകം 2-ാം അധ്യായം 21-ാമത്തെ വാക്യം, ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ആമേൻ. എല്ലാവരും അടുത്തുള്ളവർ കൈ കൊടുത്ത് പറഞ്ഞേ, ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ച് ഉല്ലസിച്ച് സന്തോഷിക്കുക, യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അവൻ വിശ്വസിക്കണം. ആദാമിനെയും ഹവ്വയും നിർമ്മിച്ചതിന് ശേഷമല്ല അവൻ ആവശ്യമായതെല്ലാം ദൈവം പണിതത്, അല്ലെങ്കിൽ ആമേൻ ഉളവാക്കിയത്. ഒരു മനുഷ്യനെ ഈ ലോകത്തിൽ കൊണ്ടുവരുന്നതിന് മുൻപ്, ഒരു മനുഷ്യന് ജന്മം കൊടുക്കുന്നതിന് മുൻപ് അവൻ ആവശ്യമായതെല്ലാം ദൈവം നിർമ്മിച്ചു എങ്കിൽ നമുക്ക് വേണ്ടിയുള്ളതെല്ലാം ദൈവം ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരമുയർത്തി ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, പ്രസംഗം കേൾക്കാൻ താല്പര്യമില്ലാത്തവർ ദയവ് ചെയ്ത് നിങ്ങൾ വീട്ടിൽ പോകാം. ആമേൻ. ഇരുന്ന് സമയം കളയരുത്. ഹല്ലേലൂയ. ദൈവസന്നിധിയിലിരിക്കുന്നു എങ്കിൽ വളരെ ഉത്തരവാദിത്വത്തോടുകൂടെ, ഇത് ദൈവത്തിൽ നിന്ന് പ്രാപിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദൂതാണ്, എന്നോടുള്ള ദൈവവചനമാണ് എന്നുള്ള ചിന്തയോടുകൂടെ ഒരു വ്യക്തി പോലും അലക്ഷ്യബോധത്തോടുകൂടെ ഇരിക്കാതെ വളരെ ഹല്ലേലൂയ താല്പര്യത്തോട് എന്നോട് സംസാരിക്കണമേ എന്ന തുറന്ന ഹൃദയത്തോടുകൂടെ ഇരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവിന് നമ്മോട് സംസാരിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. സമയം പോക്കാൻ വേണ്ടി 1 മണിക്കൂറോടെ നിൽക്കുന്നെന്ന് ചിന്തിക്കരുത്. ഹല്ലേലൂയ. 1 മണിക്കൂർ നിൽക്കുന്നു എങ്കിൽ അതിൻ്റെ പുറകിൽ ആമേൻ ഹല്ലേലൂയ എത്രയോ മണിക്കൂറുടെ പ്രാർത്ഥനയുണ്ട്, എത്രയോ മണിക്കൂറുടെ വേദധ്യാനമുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് നൽകിത്തരുന്ന ദൂതുകളെ ആമേൻ പന്നിക്കൂട്ടത്തിൻ്റെ ഇടയിൽ ഇറയപ്പെട്ട മുത്തുകളെ പോലെ ആകരുത്. അത് ഹല്ലേലൂയ സ്വത്രം വെള്ളത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വേഴാമ്പൽ പക്ഷിയെ പോലെ, ദാഹമുള്ള ആമേൻ ഒരു മാൻതോടിനെ പോലെ കാത്തിരിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് കൂടെ സംസാരിക്കും. 2 കരം ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ, ശക്തിയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. വേദപുസ്തകത്തിലെ പഴയ നിയമത്തിൽ ആമേൻ 3 അധ്യായങ്ങളുള്ള ചെറിയ ഒരു പുസ്തകമാണ് യോവേൽ പ്രവചന പുസ്തകം. ഹല്ലേലൂയ. ഈ 3 അധ്യായങ്ങളിൽ നിന്ന് 3 മുഖ്യമായ കാര്യങ്ങൾ അല്ലെങ്കിൽ മുഖ്യ പാഠങ്ങൾ ഈ പകൽക്കാലം പഠിക്കണം നാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. ചില ദിവസങ്ങൾക്ക് മുൻപ്, ചില ആമേൻ ആഴ്ചകൾക്ക് മുൻപ് ആമേൻ ഹല്ലേലൂയ ഉഗാണ്ടയിൽ നടക്കുന്ന കോൺഫറൻസിൽ പ്രസംഗിക്കുവാനുള്ള ഒരു തീം എനിക്ക് ആ ദൈവദാസൻ അയച്ചു തന്നു. ആ തീം എന്ന് പറയുന്നത് റീകണക്റ്റ്. പറഞ്ഞേ, റീകണക്റ്റ്. എല്ലാവരും പറഞ്ഞേ സ്തോത്രം. ഞാൻ ഒരുപാട് ചിന്തിച്ചു. അപ്പം ഒരുപാട് കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് നൽകി. 1 മാസമല്ല അതിൻ്റെ കൂടുതൽ പ്രസംഗിക്കാനുള്ള ദൂതുകൾ എൻ്റെ അകത്ത് ദൈവം നൽകി. എന്നാൽ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ പകൽക്കാലം ഇവിടെ വന്നപ്പോൾ ആലയത്തിൽ പ്രാർത്ഥിച്ചു വെച്ചിരിക്കുമ്പോൾ 3 വ്യത്യസ്തമായ കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു. റീകണക്റ്റ് എന്ന് പറയുന്നതിനോട് തമിഴ് ആരെങ്കിലും അർത്ഥം പറഞ്ഞു? റീകണക്റ്റിൻ്റെ അർത്ഥം തമിഴിലെ മലയാളത്തിൽ സ്തോത്രം சொல்லுங்க. മറു ഇണയ്പ്പ്. നല്ല വാർത്ത. വീണ്ടും ചേർക്കുക അല്ലെങ്കിൽ വീണ്ടും யோசிப்பிക്കുക. ஓ ஆமேன். ஹல்லேலூயா. எல்லாருக்கும் தெரியுது, தமிழ்காரங்களுக்கு மலையாளம் நல்லா தெரியுது. ஆமேன். ஹல்லேலூயா. വീണ്ടും യോജിപ്പിക്കുക, റീകണക്റ്റ്. ആമേൻ. സ്തോത്രം. ഞങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നാട്ടിൽ പോയപ്പോൾ പെട്ടെന്ന് ക്യാമറ ഓൺ ചെയ്ത് നോക്കി. ചർച്ചിൻ്റെ അകത്തുള്ളത് ഒന്നും കാണുന്നില്ല. സ്തോത്രം. നോ കണക്ഷൻ എന്തോ പറയുന്നു. ആമേൻ. ഞാനിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ നോക്കി, ഒന്നും കാണുന്നില്ലല്ലോ. സ്തോത്രം. പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോഴാണ് അറിയുന്നത് പ്ലഗ് ഊരി കിടക്കുക.
ആമേൻ. ആരാണ്ടോ അവിടെ തട്ടിയതാ, വിളക്കിനെ ചെയ്തു, ഊരിപ്പോയി. അപ്പം ബന്ധം നഷ്ടപ്പെട്ടാൽ ഒന്നും കാണാൻ പറ്റത്തില്ല. പറഞ്ഞേ ആമേൻ. സ്തോത്രം. ചില വീട്ടിൽ കറണ്ട് പോയ ഉടനെ അടുത്ത വീട്ടിൽ നോക്കും. എന്തിനാ? അടുത്ത വീട്ടിൽ ബന്ധമുണ്ടോയെന്നറിയാനാ, കറണ്ട് ഉണ്ടോയെന്നറിയാനാ. പക്ഷേ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ദൈവമായി ബന്ധമുണ്ടായിട്ടും ചിലർ ഫീസ് പോയ ബൾബ് പോലെ ഇന്നും ഇരിക്കുന്നു. തൻ്റെ ജീവിതത്തിൽ ഫീസ് പോയത് പലർക്കും അറിയത്തില്ല. ആമേൻ. ഹല്ലേലൂയ. കൊച്ചു പിള്ളേർ ശ്രദ്ധിക്കണം, യൗവനക്കാർ ശ്രദ്ധിക്കണം. ജീവിതത്തിൽ നിൻ്റെ വിജയത്തിൻ്റെ ആദ്യ പടി എന്ന് പറയുന്നത്, നിൻ്റെ ജീവിതത്തെ കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ തൻ്റെ തെറ്റിനെ മനസ്സിലാക്കി ക്രമീകരിക്കുന്നതാണ് ഏറ്റവും വലിയ വിജയം. ഒന്നുകൂടെ പറയാം, കൊച്ചു പിള്ളേരോടും യൗവനക്കാരോടും വലിയവരോടും ദൈവദാസന്മാരോടും എല്ലാവരോടും, ജീവിതത്തെക്കുറിച്ച് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ അവർക്ക് എതിരെ എഴുന്നേൽക്കാതെ, ആരെങ്കിലും വിമർശിച്ചാൽ, ആരെങ്കിലും മക്കളെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ അല്ലെങ്കിൽ സഭയെക്കുറിച്ച് കുറ്റം പറഞ്ഞാൽ അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് ചിന്തിച്ച്, കർത്താവേ എൻ്റെ കുറവുകളെ എനിക്ക് അവൻ കാണിച്ചു തരണമേ, എന്നെ വീണ്ടും ഒന്നുകൂടെ പണിയണമേ എന്നുള്ള ചിന്തയിൽ ദൈവസന്നിധിയിൽ കടന്നു വരുന്നതാണ് റീകണക്റ്റിൻ്റെ ആദ്യ അടിസ്ഥാനം. ആമേൻ. ഹല്ലേലൂയ. ഒരാൾ പറയുന്നു ഈ ബൾബ് കത്തുന്നില്ലെന്ന്, എന്നാൽ എൻ്റെ ചിന്തയിൽ ആ ബൾബിനെ ചെയ്യുന്നു കത്തുന്നു. 4 പേര് വീണ്ടും പറയുന്നു ഇല്ല ബൾബ് കത്തുന്നില്ലെന്ന്, എന്നാൽ എൻ്റെ മനസ്സ് പറയുക ഇത് കത്തുന്നുണ്ടെന്ന് പറഞ്ഞാൽ എന്നാ ചെയ്യും? നോ വൺ ക്യാൻ ഹെൽപ്പ്. പറഞ്ഞ ആർക്കും സഹായിക്കുവാൻ കഴിയത്തില്ല. ജീവിതത്തിൽ വിളക്ക് കെട്ടുപോയി, ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ, പ്രവാചകൻ വിളിച്ചു പറഞ്ഞാൽ ഇല്ല എനിക്കൊരു കുഴപ്പമില്ല എന്നാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും രക്ഷപ്പെടത്തില്ല. തൻ്റെ കുറവുകളെ കണ്ട് ദൈവമേ എൻ്റെ വിളക്ക് കെട്ടുപോയിട്ടുണ്ടെങ്കിൽ അതിനെ കത്തിക്കുവാനുള്ള കൃപ എനിക്ക് തരണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധി നാം കടന്നു വന്നാൽ ദൈവം നമ്മെ വിളിക്കും. 3 ചിന്തകൾ പറയാം. റീകണക്റ്റ് എന്ന് പറഞ്ഞാൽ, ഒന്ന്, എപ്പോഴോ ദൈവവുമായി ഒരു ബന്ധമുണ്ടായിരുന്നു, ഇല്ലേ? ഒരു ബന്ധം ഉണ്ടായിരുന്നു, എന്നാൽ ഇന്ന് ആ ബന്ധം ഇല്ല. ഒരിക്കലും ജീവിതത്തിൽ ദൈവവുമായി ബന്ധമില്ലാത്ത ആൾക്കാരുണ്ടാകും, ഒരിക്കലും ദൈവസത്യം കേൾക്കാത്തവരുണ്ടാകും, ഒരിക്കലും ദൈവസന്നിധിയിൽ തീരുമാനമെടുക്കാത്തവരുണ്ടാകും. അവർക്ക് ഉള്ളതല്ല ഈ ദൂത്. ഹല്ലേലൂയ. എന്നാൽ ഒരിക്കൽ ദൈവമായി ആഴമായ ബന്ധം, ദൈവത്തോട് അധികം പ്രാർത്ഥിക്കുന്ന സമയം, ദൈവസന്നിധിയിൽ ഉപവസിച്ച ദിവസങ്ങൾ, വെളിപ്പാടുകൾ കണ്ട ദിവസങ്ങൾ, ദർശനങ്ങൾ കണ്ടതായ ദിവസങ്ങൾ, ഹല്ലേലൂയ, വചനം കേൾക്കുവാനുള്ള ആകാംക്ഷ, വചനം കേൾക്കുവാനുള്ള ആഗ്രഹം, ദൈവത്തിൻ്റെ വേല ചെയ്യുവാനുള്ളതായ ഹല്ലേലൂയ ഉത്സാഹം, ദൈവത്തിന് വേണ്ടി ഓടണം എന്നുള്ളതായ ചിന്തകൾ ഒരിക്കൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയെങ്കിൽ വി നീഡ് ടു റീകണക്ട് വിത്ത് ഗാഡ്. ആമേൻ. ദൈവവുമായി നമുക്ക് എന്നെ വേണം? വീണ്ടും ഒരു ബന്ധമുണ്ടാകണം. ഹല്ലേലൂയ. ദൈവവുമായി ഒരു കൂട്ടായ്മ ഉണ്ടാകണം. ഹല്ലേലൂയ. ഇന്ന് നല്ലതുപോലെ ഇരിക്കുന്നു എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ ഒന്നുകൂടെ എന്നെ പുതുപ്പിക്കണമേ, ഒന്നുകൂടെ എന്നെ പുതുപ്പിക്കണമേ. ഹല്ലേലൂയ. ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ എന്ത് നടക്കും? ദൈവവുമായുള്ള ബന്ധം പുതുപ്പിക്കാൻ എന്ത് ചെയ്യണം? ദൈവവുമായുള്ള ബന്ധം പുതുപ്പിച്ചാൽ എന്ത് നടക്കും? 3 കാര്യങ്ങൾ പറഞ്ഞേ. ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? എല്ലാവരും പറഞ്ഞേ. ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? 2, ദൈവവുമായുള്ള ബന്ധം പുതുപ്പിക്കാൻ എന്ത് ചെയ്യണം? 3, ദൈവമായുള്ള ബന്ധം പുതുപ്പിക്കപ്പെട്ടാൽ എന്ത് നടക്കും? ഈ 3മാണ് ഈ യോവേൽ പ്രവചന പുസ്തകം പറയുന്നത്. ഒരിക്കൽ കൂടെ പറഞ്ഞേ. ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ എന്ത് സംഭവിക്കും? ഹല്ലേലൂയ. 2, ദൈവമായുള്ള ബന്ധം പുതുപ്പിക്കാൻ എന്ത് ചെയ്യണം? 3, ആമേൻ, ദൈവമായുള്ള ബന്ധം പുതുപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ജീവിതത്തിൽ നടക്കും? ഹല്ലേലൂയ. ശ്രദ്ധയോട് കേൾക്കുക. ഹല്ലേലൂയ. ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നാമത് ഉണ്ടാകുന്നത് നഷ്ടമുണ്ടാകും. പറഞ്ഞേ. ഹല്ലേലൂയ. ജീവിതത്തിൽ എന്നുണ്ടാകും?
നഷ്ടം ഉണ്ടാകും. ഹല്ലേലൂയ. ആമേൻ. 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, വേഗത്തിൽ ചില വാക്യങ്ങൾ വായിക്കണം, സമയക്കുറവ് കൊണ്ട്. അവൻ മൈക്ക് കൊടുത്ത്, തുള്ളൻ ശേഷിപ്പിച്ചത് വെട്ടുക്കിളി തിന്നു, വെട്ടുക്കിളി ശേഷിപ്പിച്ചത് വിട്ടിൽ തിന്നു, വിട്ടിൽ ശേഷിപ്പിച്ചത് പച്ചപ്പുഴു തിന്നു. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ആമേൻ ഹല്ലേലൂയ പച്ചപ്പുകളെ തിന്നുകളയുന്ന ജീവികളാണിത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന മുളകളെ തിന്നുകളയുന്ന ജീവികൾ. ജീവിതത്തിൽ ഫലമുണ്ടാകുന്നതിന് മുൻപ് വിളവിനെ നശിപ്പിക്കുന്ന ജീവികൾ. ജീവിതത്തിൽ നന്മ കാണുന്നതിന് മുൻപ് അതേ മുഴയിൽ തന്നെ നശിപ്പിക്കുന്നതായ 4 ജീവികൾ. പേര് പറഞ്ഞാൽ തുള്ളൻ, വെട്ടുക്കിളി, വെട്ടിൽ, പച്ചപ്പുഴു. എല്ലാവരും വേഗത്തിൽ പറഞ്ഞേ. തുള്ളൻ, വെട്ടുക്കിളി, വെട്ടിൽ, പച്ചപ്പുഴു. ഈ 4 വിട്ടിൽ ഐറ്റമാണ്. ഹല്ലേലൂയ. വിട്ടിൽ വകയെ ചേർന്ന, അല്ലെങ്കിൽ ലോക്കസ്റ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന വെട്ടുക്കിളി വംശത്തെ ചേർന്ന 4 ജീവികൾ അവൻ ഒന്നിനു പുറകെ ഒന്നായി വന്ന് ജീവിതത്തിൽ ഉണ്ടായ സകല അവൻ അനുഭവങ്ങളെയും നഷ്ടപ്പെടുത്തി കളയുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നഷ്ടമുള്ളവർ ചിന്തിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ ഈ പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ അനുഭവങ്ങൾ പറയും, ചിലപ്പം ദൈവാത്മാവ് തരുന്ന ദൂതുകൾ പറയും. എന്നെ കുത്തിയാ പ്രസംഗിച്ചതെന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ നിങ്ങൾക്കാണ് നഷ്ടം. ഹല്ലേലൂയ. നമ്മളോടുള്ള ദൂതായി എന്ന് ഏറ്റെടുത്താൽ അത് അനുഗ്രഹമായി തീരും. മനസ്സിലാകുന്നുണ്ടോ? നഷ്ടങ്ങൾ ജീവിതത്തിൽ തന്നെ ഉണ്ടാകുന്നു. ഒന്നിനു പുറകെ ഒന്നായി വീണ്ടും വീണ്ടും നഷ്ടം വരിക എന്ന് പറഞ്ഞാൽ ആമേൻ. സ്വതം നഷ്ടത്തെക്കുറിച്ച് നമുക്കൊരു ചിന്ത ഉണ്ടാകണം. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നഷ്ടമുണ്ടാകുന്നു? അത് കൈകളുടെ അധ്വാന ഫലമാകാം, അത് നാം സമ്പാദിച്ച പണമാകാം, നമ്മുടെ ആരോഗ്യമാകാം, നമ്മുടെ കൃഷിയാകാം, നമ്മുടെ ജോലിയിലാകാം, അവൻ നമ്മുടെ ഭവനത്തിൻ്റെ അന്തരീക്ഷ മണ്ഡലത്തിലാകാം. നമ്മുടെ വീടിനെ ചുറ്റി ദൈവത്തിൻ്റെ വേലി ഉണ്ടെങ്കിൽ ഒരു അന്ധകാര ശക്തിയും നമ്മുടെ വീട്ടിൻ്റെ അകത്ത് വന്ന് നമ്മുടെ വിളവിനെ തിന്നുവാൻ കഴിയത്തില്ല. ആമേൻ. ദൈവവചനം സത്യമാണ്. നിൻ്റെ കൈകളുടെ അധ്വാന ഫലത്തെ നീ തിന്നും, നിനക്ക് നന്മ വരും. അവൻ ഈ നന്മയെ അനുഭവിക്കുവാൻ കഴിയാതെ, ഹല്ലേലൂയ, ഇതെല്ലാം വിളഞ്ഞതിന് ശേഷം വരുന്നതല്ല, മുളകിലേ വരും. അവൻ ഒന്നു മാറി ഒന്നായി വയലിലെ വൃക്ഷങ്ങളെ അല്ലെങ്കിൽ കാട്ടിലെ വൃക്ഷങ്ങളിലെ വയലിലെ അധ്വാന ഫലത്തെ സകലത്തെയും തിന്നുകളയുന്ന വിട്ടിലൈറ്റം. ഹല്ലേലൂയ. ഇന്നാണെങ്കിൽ മനുഷ്യൻ ചിന്തിക്കും മരുന്നടിച്ച് ഞങ്ങൾ ജയിക്കുമെന്ന്. ആമേൻ. ഇത് ഇസ്രായേൽ നടന്ന സംഭവമാണ്. ഇസ്രായേലിലെ ശാസ്ത്രജ്ഞന്മാർ ഒരുപാട് മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്താൽ ഐക്യപ്പെട്ട വിട്ടിലാണെങ്കിൽ, ദൈവത്താൽ ഐക്യപ്പെട്ട വെട്ടുക്കിളിയാണെങ്കിൽ, ദൈവത്താൽ ഐക്യപ്പെട്ട പച്ചപ്പുഴുവാണെങ്കിൽ ഏത് വിഷം മരുന്നടിച്ചിട്ടും ഹല്ലേലൂയ. കാരണം ഇത് അയച്ചതിൻ്റെ പുറകിലെ ഉദ്ദേശം എന്താണ്? ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടത് കൊണ്ട്. പറഞ്ഞേ, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഈ ഐറ്റം ഇപ്പം ഇങ്ങോട്ട് വന്നേക്കുന്നത്. സ്തോത്രം. ഇനി രണ്ടാമത്തേതിലേക്ക് വരാം. ഇത് പറഞ്ഞാൽ ഒരുപാട് പറയണം നഷ്ടത്തെക്കുറിച്ച്. സ്തോത്രം. ഞാൻ 3 കാര്യങ്ങൾ നിങ്ങളോട് പറയണം, പഠിപ്പിക്കണം. ആമേൻ. 6-ാമത്തെ വാക്യം, ശക്തിയുള്ളതും സംഖ്യയില്ലാത്തതുമായൊരു ജാതി എന്റെ ദേശത്തിന്റെ നേരെ വന്നിരിക്കുന്നു. അതിന്റെ പല്ല് സിംഹത്തിന്റെ പല്ല്, സിംഹിയുടെ അണപ്പല്ല് അതിനുണ്ട്. എണ്ണിമുടിയാതെ ഒരു ബലത്ത ജാതി എൻ ദേശത്തിന്മേൽ വരുகிறது. അതിൻ പற்கள் സിംഹത്തിൻ പற்கள், ദുഷ്ടസിംഹത്തിൻ കടവായ് പற்கள் അതற்கு ഉണ്ട്. ആമേൻ. അടുത്തുള്ളവർ കൈ കൊടുത്ത് പറഞ്ഞ്, ഒരു വാതയും നിന്റെ കൂടാരത്തെ അടുക്കത്തില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. എന്നാൽ ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെടുമ്പോൾ, വേലി പിടുങ്ങപ്പെടുമ്പോൾ, അവൻ റോട്ടിൽ പോകുന്നത് മാത്രമല്ല, ദേശത്തിലുള്ള എല്ലാ പാതയും എന്നെ ചെയ്യും.
മനസ്സിലാകുന്നുണ്ടോ? ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ, ദൈവസ്നേഹം നഷ്ടപ്പെട്ടപ്പോൾ, ആരാധന നഷ്ടപ്പെട്ടപ്പോൾ, പ്രാർത്ഥന നഷ്ടപ്പെട്ടപ്പോൾ, ഉപവാസം നഷ്ടപ്പെട്ടപ്പോൾ, കണ്ണുനീർ നഷ്ടപ്പെട്ടപ്പോൾ, ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം നഷ്ടം കടന്നു വന്നു. ഒന്നാമത്. രണ്ടാമതായി എതിരായി അന്ധകാര ശക്തികൾ എഴുന്നേൽക്കുവാനിടയായി. സൈന്യമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സൈന്യമല്ല. ഇത് ഹല്ലേലൂയ യുദ്ധങ്ങൾ. പറഞ്ഞേ, യുദ്ധം. ആമേൻ. ബാധകൾ, മന്ത്രവാദം, ആഭിചാരം, വെല്ലുവിളികൾ. ഹല്ലേലൂയ സ്തോത്രം, സ്തോത്രം. ആമേൻ. ചിലർക്ക് കുത്തുകൊള്ളുന്ന പോലെ എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ ഇരിപ്പ് മാറുന്നുണ്ട്. ഇന്ന് വിടുവിക്കപ്പെടടാം, ഇന്ന് വിടുതൽ പ്രാപിക്കടാം. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇസ്രായേലിന് വിരോധമായ മന്ത്രവാദം ഇല്ല. യാക്കോബിന് വിരോധമായ കുറി ചൊല്ലുതലും. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വീട്ടിൽ പോയപ്പോൾ ആ അമ്മച്ചി ഒരു അനുഭവ പ്രകാരം പറഞ്ഞു. അമ്മച്ചി കുളിക്കാൻ പോയപ്പോൾ, അവൻ തോട്ടിൽ പോയാൽ കുളിക്കുന്നത്, കുളിച്ചിട്ട് കയറി വരുമ്പോൾ ഒരു സ്ത്രീ വിളിച്ച് പറഞ്ഞു, പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയോട്, ആരാധനയ്ക്ക് പോകുന്ന അമ്മച്ചിയോട്, ഒരു ദേശത്തിലെ ജാതിപ്പെട്ട ഒരു സ്ത്രീ പറയുകയാണ്, നീ പോ, നാളെ നീ കുളിക്കാൻ ഇവിടെ വരത്തില്ല. സ്തോത്രം. അമ്മച്ചി തിരിഞ്ഞു നിന്ന് നോക്കിയപ്പോൾ പറഞ്ഞു, നീ നീ പോകുമ്പോൾ നിൻ്റെ മകൻ്റെ ഡെഡ് ബോഡി നിൻ്റെ വീട്ടിൽ വരുമെന്ന്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സൈന്യങ്ങൾ നമുക്കെതിരെ വരാൻ പതിവിരയ്ക്കും. ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ, ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടാൽ, ദൈവമായുള്ള കൂട്ടായ്മ നഷ്ടപ്പെട്ടാൽ, ആരാധന നഷ്ടപ്പെടുമ്പോൾ, വേലി തകർക്കപ്പെടുമ്പോൾ, എല്ലാ ആയുധങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്ന് ഫലിക്കും. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? അവൻ ഇതുപോലുള്ള വാക്കുകൾ കേട്ട അവൻ ദൈവമായുള്ള ബന്ധമുള്ളവൻ ഭയപ്പെടുകയില്ല. നിർഭയമായി പറയും, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. ഒരു അനർത്ഥവും എനിക്ക് വരികയില്ല. ഒരു ബാധയും എൻ്റെ കൂടാരത്ത് അടുക്കത്തില്ല. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് നല്ല വാക്കുകൾ ഹൃദയത്തിൽ പതിയത്തില്ല, പേടിപ്പിക്കുന്ന വാക്കുകൾ ഹൃദയത്തിൽ പതിയും. ചിന്തിക്കണം പ്രിയപ്പെട്ടവരെ, നമുക്കെതിരെ മന്ത്രവാദം ചെയ്യുന്നവർ ഇല്ല എന്ന് ചിന്തിക്കരുത്. നമുക്ക് എതിരെ ഗൂഢാലോചന ചെയ്യുന്നവർ ഇല്ല എന്ന് ചിന്തിക്കരുത്. ഹല്ലേലൂയ. ഞാൻ അവൻ 3 ആഴ്ചയായിട്ട് വീണ്ടും പറയുന്നു, എന്തുകൊണ്ടെന്നറിയത്തില്ല. ഹല്ലേലൂയ. നിസ്സാരമായി കാണരുത്, ഒന്നിനെയും നിസ്സാരമായി കാണരുത്. ഹല്ലേലൂയ. ഞാൻ ചിന്തിക്കും, ഞാൻ നല്ലവനാണ്, എനിക്കെല്ലാവരോടും സ്നേഹമാണ്, എല്ലാവർക്കും കൊടുക്കണമെന്നുള്ള ചിന്തയാണ്. ആമേൻ. ആഹാരമില്ലാതെ കിടക്കുന്നവരെ കണ്ടാൽ ആഹാരം കൊടുക്കണമെന്ന് ചിന്തയാണ്. അതുപോലെ എല്ലാവർക്കും ഉണ്ടെന്ന് ചിന്തിക്കരുത്. നിന്നെപ്പോലെ തന്നെ എല്ലാവരെയും കാണരുത്. നിനക്ക് വിരോധമായി ശത്രു എഴുന്നേൽക്കുമ്പോൾ നീ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ താഴ്ത്തി, ദൈവസന്നിധിയിൽ മുട്ടിൽമേൽ നിന്ന് ദൈവത്തിൻ വചനത്തെ ആശ്രയിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നിന്നില്ല എങ്കിൽ സൈന്യങ്ങൾ ഇറങ്ങി വരും. ആമേൻ. ആ ദുഷ്ട സിംഹത്തിന്, ആമേൻ, ഹല്ലേലൂയ, സിംഹിയുടെ അണപ്പല്ല് അതിനുണ്ട്. അതിൻ്റെ പല്ല് സിംഹത്തിൻ്റെ പല്ലെന്ന് പറയുന്നു. അങ്ങനെ ആമേൻ, കൊടിയ ആയുധങ്ങൾ ഇന്നില്ലാത്തത് കൊണ്ടല്ല നാം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവമായുള്ള ബന്ധം ശക്തിപ്പെടുന്തോറും ഒരു ശത്രുവിന് നമ്മെ തകർക്കുവാൻ കഴിയത്തില്ല. ബന്ധം നഷ്ടപ്പെടുമ്പോൾ 1 നഷ്ടമുണ്ടാകുന്നു, 2 ശത്രുവിൻ്റെ പോരാട്ടങ്ങൾ കടന്നു വരുന്നു. ഹല്ലേലൂയ. യുദ്ധങ്ങൾ കടന്നു വരുന്നു. 3 ആരാധന നഷ്ടപ്പെടുന്നു. ഹല്ലേലൂയ. വേഗത്തിൽ വായിച്ചേ. അവൻ 1-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഭോജനയാഗവും പാനീയാഗവും യഹോവയുടെ ആലയത്തിൽ നിന്ന് അറ്റുപോയിരിക്കുന്നു. യഹോവയുടെ ശുശ്രൂഷക്കാരന്മാരായ പുരോഹിതന്മാർ ദുഃഖിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. അടുത്തുള്ളവർ നോക്കി പറഞ്ഞേ, ആരാധന. ബാക്കി
ഒന്ന് മുഖം നോക്കി പറഞ്ഞേ, ആരാധന. ഹല്ലേലൂയ. വേറെ 1000 ദിവസത്തെക്കാൾ വിലയേറിയ ദിവസമാണ് ഈ ആരാധന ദിവസം എന്ന് പറയുന്നത്. ആമേൻ. വേറെ 1000 ദിവസത്തെക്കാൾ വലിയതാണ് ദൈവത്തെ ആരാധിക്കുന്ന ദിവസം എന്ന് പറയുന്നത്. വ്യക്തിപരമായ ജീവിതത്തിൽ ആരാധന കുറയരുത്, കുടുംബജീവിതത്തിൽ ആരാധന കുറയരുത്, സഭയിൽ ആരാധന കുറയരുത്. ആര് ദൈവമായുള്ള ബന്ധം ഇല്ലാതെ പോകുന്നോ അവരുടെ ജീവിതത്തിൽ വ്യക്തി പ്രാർത്ഥന ഇല്ലാതെയാകും. 2, വ്യക്തിപരമായ പ്രാർത്ഥന ഇല്ലാതെയാകുമ്പോൾ കുടുംബ പ്രാർത്ഥന ഇല്ലാതെയാകും. കുടുംബ പ്രാർത്ഥനയും ഇല്ലാതെയാകുമ്പോൾ സഭയിലുള്ള ആരാധനയും, ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, ഹല്ലേലൂയ, സഭയിലുള്ള ആരാധനയും ഇല്ലാതെയാകും. അപ്പം ആരാധന നഷ്ടപ്പെട്ടതിൻ്റെ കാരണം എന്താ? ദൈവമായുള്ള, ആരെങ്കിലും എടുത്തിട്ട് പോയിക്കേ, അവൻ ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടത് കൊണ്ടാണ്. ആരാധന ഇല്ലാതായതിൻ്റെ കാരണം എന്താണ്? ദൈവമായുള്ള ബന്ധം നഷ്ടപ്പെട്ടത് കൊണ്ട്. കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നഷ്ടം 1, 2 യുദ്ധം, 3 ആരാധന ഇല്ലാതെയായി. പാനീയാഗമില്ല, ഭോജനയാഗം ഇല്ല. ഇന്ന് സന്തോഷിക്കേണ്ടവർ ദുഃഖിക്കുന്നു. 4 ആഹാരം നഷ്ടമായി. പറഞ്ഞേ 10ാമത്തെ വാക്യം. വയൽ ശൂന്യമായി തീർന്നു, ധാന്യം നശിച്ചും പുതുവീഞ്ഞ് വറ്റിയും എണ്ണ ക്ഷയിച്ചും പോയിരിക്കുകയാൽ ദേശം ദുഃഖിക്കുന്നു. ഹല്ലേലൂയ. വയൽവെളി പാളായിട്ട് ഭൂമി ദുഃഖം കൊണ്ടാടുகிறது. വിളച്ചൽ അളിക്കപ്പെട്ടത്, புதிர் திராட்சரசம் வற்றி போயிற்று, எண்ணெய் மாண்டு போயிற்று. ഹല്ലേലൂയ. ആമേൻ. ചിലരെല്ലാം എന്നെ തുറച്ചു നോക്കിയിട്ട് പറയുന്നു, പാസ്റ്ററെ ആഹാരമാണോ? ഒന്നും കുറവില്ല. സ്തോത്രം. സന്തോഷമുണ്ട് കേട്ടോ, ആഹാരം കുറവില്ലെന്ന് പറഞ്ഞത്. എന്നാൽ ആ ആഹാരം സന്തോഷത്തോടെ കഴിക്കുവാൻ പറ്റുന്നുണ്ടോ? ഹല്ലേലൂയ. വച്ച ആഹാരം കുടുംബമായി ഒരുമിച്ചിരുന്ന് സ്തോത്രം പറഞ്ഞ് പാട്ടുപാടി ഒന്ന് സന്തോഷത്തോടെ കഴിക്കുവാൻ കഴിയുന്നുണ്ടോ? ഹല്ലേലൂയ. അരി ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, എണ്ണ ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, ഉപ്പ് കൂടാൻ പറ്റത്തില്ല, അവൻ എരിവ് കൂടാൻ പറ്റത്തില്ല. സ്തോത്ര. ലിസ്റ്റ് തന്നിട്ടുണ്ട്. അവൻ മണ്ണിൻ്റെ അടിയിൽ വിളയുന്നതൊന്നും, സ്തോത്ര, പിന്നെ മധുരമൊന്നും കഴിക്കരുത്, വറുത്തതും പൊരിച്ചതും കഴിക്കരുത്. അവസാനം ഡോക്ടറോട് ചോദിക്കണം, എന്നാ കഴിക്കാം? കന്നുകാലിയെ പോലെ സ്തോത്ര. ആഹാരം കാണാൻ പറ്റുന്നുണ്ട്. സ്തോത്രം. കരമുയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞേ. ആഹാരം, സ്തോത്രം. ഏറ്റവും വലുത് ആനന്ദം. പറഞ്ഞേ, എന്നെ എൻ ആനന്ദം എന്നെ. ചില ആൾക്കാർ ചിരിച്ചിട്ട് വർഷങ്ങളായി. പേര് പെന്തക്കോസുകാരാ, എന്നാൽ എന്നെ ചെയ്തില്ല. ദുഃഖത്തിൻ്റെ പാനപാത്രം. എപ്പം? രാവിലെ എഴുന്നേറ്റപ്പോഴും ഏതാ? ദുഃഖത്തിൻ്റെ പാനപാത്രമാണ്. സാക്ഷ്യം പറയാൻ തുടങ്ങുമ്പോഴും എന്നു തീരും എൻ്റെ കഷ്ടം എന്നും വന്നിതിൽ. ഇതുവരെ ദുഃഖം അനുഭവിച്ചിട്ടില്ല. ദുഃഖം മാറിയില്ലെങ്കിൽ കാരണം എന്താ? പാസ്റ്ററാണോ കുഴപ്പം? അടുത്തുള്ളവർ നോക്കി പറഞ്ഞേ, ദുഃഖം മാറിയില്ലെങ്കിൽ മുഖം നോക്കി പറയണേ, കയ്യിരിപ്പ് മോശമാന്ന് പറഞ്ഞേ.
ഹല്ലേലൂയ. പ്രതീക്ഷിച്ചില്ല ആരും ഇത്രയും കയ്യിരിപ്പ്. സന്തോഷിക്കടാ. ഹല്ലേലൂയ. കാരാഗൃഹത്തിൽ കിടന്ന പൗലോസ് സന്തോഷിച്ചു. സന്തോഷം പുറമെ നിന്ന് അകത്ത് വരുന്നതല്ല. പണമുള്ളത് കൊണ്ടല്ല സന്തോഷം, നല്ല വീടുള്ളത് കൊണ്ടല്ല സന്തോഷം, നല്ല വാഹനമുള്ളത് കൊണ്ടല്ല സന്തോഷം, നല്ല ജോലിയുള്ളത് കൊണ്ടല്ല സന്തോഷം. ക്രിസ്തു അകത്തുണ്ടെങ്കിൽ സന്തോഷം. ദൈവമായുള്ള ബന്ധം പോകുമ്പോൾ ക്രിസ്തു പോയി സന്തോഷം പോയി. ഹല്ലേലൂയ. ദുഃഖം പിശാചിനുള്ളത്, വേദന പിശാചിൻ്റെത്, പിറുപിറുപ്പ് പിശാചിൻ്റെത്, കോപം പിശാചിൻ്റെത്, അസൂയ പിശാചിൻ്റെത്. ഇതെല്ലാം അകത്തു വന്നു. എപ്പം? ക്രിസ്തു പുറത്തു പോയപ്പോൾ. ക്രിസ്തു അകത്തു വന്നാൽ സന്തോഷം കൂടെ വരും. ക്രിസ്തു അകത്തു വന്നാൽ ഹല്ലേലൂയ സമാധാനം കൂടെ വരും. ക്രിസ്തു അകത്തു വന്നാൽ ദീർഘക്ഷമ കൂടെ വരും. ക്രിസ്തു അകത്തു വന്നാൽ സ്നേഹം കൂടെ വരും. ഇതെല്ലാം എപ്പോൾ കുറയുന്നു? ക്രിസ്തുവുമായുള്ള ബന്ധം കുറയുമ്പോൾ ഇതെല്ലാം പുറത്തുപോയി. ആമേൻ. 12ാമത്തെ വാക്യം. മുന്തിരിവള്ളി വാടി, അത്തിവൃക്ഷം ഉണങ്ങി, മാതളം, ഈന്തപ്പന, നാരകം മുതലിയ പറമ്പിലെ സകല വൃക്ഷങ്ങളും ഉണങ്ങിപ്പോയിരിക്കുന്നു. ആനന്ദം, ആനന്ദം, ആനന്ദം മനുഷ്യരെ വിട്ട് മാഞ്ഞു പോയിരിക്കുന്നു. ദൈവവുമായുള്ള ബന്ധം കുറയുമ്പോൾ ആനന്ദം എന്നെ ചെയ്തു? ഹല്ലേലൂയ. അപ്പം മാഞ്ഞു പോകുന്ന ആനന്ദമല്ല നമുക്ക് വേണ്ടത്, നിലനിൽക്കുന്ന ആനന്ദം. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തേയിലത്തോട്ടത്തിൽ കാണുന്നു, കവാത്ത് വെട്ടാതെ, ആമേൻ, ഹല്ലേലൂയ, കളപിടുങ്ങാതെ, ഇനി മരുന്നടിക്കാതെ കാട് കയറി കിടക്കുന്ന തേയിലത്തോട്ടം കണ്ട് എത്ര പേർ സന്തോഷിക്കും? പറഞ്ഞേ ഹല്ലേലൂയ. തീ കത്തി ഇടി വീണ് ഉണങ്ങിക്കിടക്കുന്ന, ആമേൻ, ഹല്ലേലൂയ, ഏലത്തോട്ടത്തെ കണ്ട് എത്ര പേർ സന്തോഷിക്കും? പറഞ്ഞേ, വല്ല മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. എന്തുകൊണ്ട് നീലക്കുറിഞ്ഞി കാണാൻ മൂന്നാറിലേക്ക് പോകുന്നു? എന്തുകൊണ്ട് ഫ്ലവർ ഷോ കാണാൻ ഊട്ടിയിലേക്ക് പോകുന്നു? ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. ആപ്പിൾ തോട്ടം കാണാൻ, മുന്തിരിത്തോട്ടം കാണാൻ കമ്പത്ത് പോയി, ആമേൻ, ഇങ്ങനെ ഹല്ലേലൂയ തലയ്ക്ക് മേലെ പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്നു. എന്തുകൊണ്ട്? അല്ല, മനസ്സിലാകുന്നുണ്ടോ? അത് കാണുമ്പോൾ തന്നെ എന്താ ആനന്ദം. സഭയ്ക്കകത്തിരിക്കുന്ന വൃക്ഷങ്ങൾ ഉണങ്ങിയിരുന്നാൽ, ദൈവസന്നിൽ നടപ്പെട്ട ഈ വൃക്ഷങ്ങൾ ഫലമില്ലാതെ ഇരുന്നാൽ, കുശുമ്പ് കൊണ്ട് നിറയപ്പെട്ടതായിരുന്നാൽ, വൈരാഗ്യം കൊണ്ട് നിറയപ്പെട്ടതായിരുന്നാൽ, ആമേൻ, അസൂയ കൊണ്ട് നിറയപ്പെട്ടതായിരുന്നാൽ ആർക്ക് സന്തോഷമുണ്ടാകും? പൂത്ത് കിടക്കുന്ന വൃക്ഷങ്ങളെ കാണുമ്പോൾ, ഫലമുള്ളതെ കാണുമ്പോൾ സന്തോഷമുണ്ടാകും. എന്തുകൊണ്ടാണ് ഫലമില്ലാതെ പോയതെന്നറിയാമോ? ബന്ധം നഷ്ടപ്പെട്ടപ്പോൾ. ദൈവം സ്വർഗത്തെ അടച്ചു, ആകാശം അടയ്ക്കപ്പെട്ടപ്പോൾ, മഴ പെയ്യാതെയായി, മഴയില്ലാത്തപ്പോൾ ആമേൻ സകലതും ഉണങ്ങിപ്പോയി. ഹല്ലേലൂയ. ആമേൻ. ആരെങ്കിലും അങ്ങനെ ഉള്ളവർ ഉണ്ടാകാം, അങ്ങനെ ഉണ്ടായിരുന്നവർ ഇന്ന് പകൽക്കാലം ഉണ്ടാകാം. ഇന്ന് പകൽക്കാലമില്ല കർത്താവേ, ഞാൻ ഉണങ്ങിയ ഒരു വൃക്ഷമായിട്ടല്ല, ഞാൻ ആനന്ദമില്ലാത്ത ഒരു വീട്ടിൻ്റെ ഉടമയായിട്ടല്ല, ശത്രു വന്ന് മേഞ്ഞു പോകുന്ന ഒരു വീട്ടിൻ്റെ ഉടമയായിട്ടല്ല, വേലി കെട്ടപ്പെട്ട ഒരു ഭവനമായി, നഷ്ടമില്ലാത്ത ഒരു ഭവനമായി, ദൈവം വസിക്കുന്ന ഒരു ഭവനമായി എൻ്റെ ഭവനം മാറണമെന്നുള്ള ചിന്ത ഈ പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് വരട്ടെ. ഇസ്രായേൽ ജനം സകലത് നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ ദൈവം ഇസ്രായേലിന് കൊടുത്ത വാഗ്ദത്തം എന്താ? പാലും തേനും ഒഴുകുന്ന കാനാൻ ദേശം. ഹല്ലേലൂയ. ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് ദൈവം കൊടുത്ത മനോഹരമായ വാഗ്ദത്തങ്ങളുണ്ട്. ഹല്ലേലൂയ. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തുണയായിരിക്കും. ഓ ഹല്ലേലൂയ. ദൈവം നിനക്ക് കാവലായിരിക്കും. ഹല്ലേലൂയ. നീ ആറ്റരകത്ത് നടപ്പെട്ടിരിക്കുന്നത് തക്കകാലത്ത് ഫലം കായ്ക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും, ഇല വാടാത്ത വൃക്ഷം പോലെ ഇരിക്കും. എത്ര വാഗ്ദത്തങ്ങൾ! ആമേൻ. ആവർത്തന പുസ്തകം മുഴുവനും വായിച്ചാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തന
കൽപ്പനകൾ വായിച്ചാൽ വാഗ്ദത്തങ്ങൾ, ഇത്രയും വാഗ്ദത്തം പ്രാപിച്ച ഈ ജനം ഇന്ന് നഷ്ടത്തിലായിരിക്കുന്നു, ഇന്ന് ശത്രുവിൻ്റെ വീതിയിലായിരിക്കുന്നു. ആമേൻ. ഇന്ന് ആനന്ദം പോയവരായിരിക്കുന്നു, ഇന്ന് ആഹാരം നഷ്ടപ്പെട്ടവരായിരിക്കുന്നു, ഇന്ന് ആമേൻ ആരാധന നഷ്ടപ്പെട്ടവരായി, ആമേൻ പല നഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ പ്രവാചകനെ ദൈവം അയച്ചിട്ട്, ആമേൻ നിന്റെ പരാജയം മാറേണ്ടതിന്, നിന്റെ നഷ്ടം മാറേണ്ടതിന്, നിന്റെ വിഷയത്തിൽ വിടുതൽ ലഭിക്കേണ്ടതിന് ദൈവം ദൂതുമായി അയക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഈ പകൽക്കാലം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. 4 പേര് ഹല്ലേലൂയ പറഞ്ഞു. ആമേൻ. 6 പേര് പറഞ്ഞു. ബാക്കി ചിലർക്ക് വാ തുറക്കാൻ പറ്റിയില്ല. കാരണം സാത്താൻ അവരെ സ്നേഹിക്കുന്നു. സാത്താൻ അവരെ സ്നേഹിക്കുന്നെന്ന് പറഞ്ഞപ്പോൾ ചിലരുടെ 4 പല്ല് തുറന്നു. സാത്താൻ നമ്മെ സ്നേഹിക്കത്തില്ല. നമ്മെ സ്നേഹിക്കുന്നത് നമ്മെ ചതിക്കാൻ വേണ്ടി. സാത്താൻ നമുക്ക് പല്ല് കാണിക്കുന്നത് നമ്മെ ഗണിയിൽ അകപ്പെടുത്താൻ വേണ്ടി. കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ആമേൻ ഉണക്കമീൻ വെച്ചിട്ട് ആമേൻ സ്തോത്രം നല്ല ഹല്ലേലൂയ സ്തോത്രം എലിപ്പെട്ടി തുറന്നു വെച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ സ്നേഹമുള്ളത് കൊണ്ടല്ല, ഗണിയിൽപ്പെടുത്തുവാൻ വേണ്ടി. എന്നാൽ ദൈവം നമ്മെ സ്നേഹിച്ചത് അങ്ങനെയല്ല. നമുക്ക് വേണ്ടി ഉണക്കമീൻ തന്നുകൊണ്ടല്ല, നമുക്ക് വേണ്ടി തൻ്റെ ചങ്കിലെ ചോര ഊറ്റി നൽകി, അവൻ്റെ രക്തം വിലയായി നൽകി നമ്മെ ഇത്രത്തോളം ദൈവം സ്നേഹിച്ചു. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ദൈവസ്നേഹം നഷ്ടപ്പെടുത്തി കളയരുത്. നാം തകർന്നു കിടക്കുന്നത് കാണുവാൻ ഇഷ്ടപ്പെടുന്നവൻ ശത്രുവാണ്. നമ്മുടെ പരാജയം കാണുവാൻ ഹല്ലേലൂയ കൊതിക്കുന്നത് ശത്രുവാണ്. നമ്മുടെ വീട്ടിലെ ആത്മഹത്യ നടക്കുന്നത് കാണുവാൻ കൊതിക്കുന്നത് ശത്രുവാണ്. നമ്മുടെ തലമുറകൾ നഷ്ടപ്പെട്ടു പോകുന്നത് കാണുവാൻ കൊതിക്കുന്നത് ശത്രുവാണ്. നമ്മുടെ വീട്ടിലെ ഇല്ലായ്മകൾ കാണുവാൻ, നമ്മുടെ വീട്ടിലെ ശണ്ട ബഹളം കേൾക്കുവാൻ ഇഷ്ടപ്പെടുന്നത് ശത്രുവാണ്. എന്നാൽ നമ്മുടെ വീട്ടിലെ കണ്ണുനീർ കാണുന്നവൻ, നമ്മുടെ വീട്ടിൽ ഇറങ്ങി വന്ന് നമ്മുടെ കണ്ണുനീർ തുടയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നന്മ കാണുവാൻ ആമേൻ ആഗ്രഹിക്കുന്ന ദൈവം, നമ്മുടെ ജീവിതത്തിലെ ഉയർച്ച കാണുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, നമ്മുടെ തലമുറകളുടെ ആമേൻ നിലനിൽപ്പ് കാണുവാൻ ആഗ്രഹിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവായ യേശു ക്രിസ്തു ഒരുവനേ ഉള്ളൂ. ഹല്ലേലൂയ. ഈ പകൽക്കാല തകർന്നിരിക്കുന്ന കുടുംബങ്ങളെ ദൈവത്തിന് പണിയുവാൻ കഴിയും. നിന്റെ നഷ്ടത്തെ, പരാജയങ്ങളെ, നിന്റെ ഇല്ലായ്മകളെ, പോരായ്മകളെ, നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെ മടക്കി തരുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് കഴിയും. പക്ഷേ നാം ചെയ്യേണ്ടത് നാം ചെയ്തില്ല എങ്കിൽ ദൈവം ഒന്നും ചെയ്യുവാൻ കഴിയാത്തവനായി മാറുന്നു. വീണ്ടും പറയാം, ദൈവത്തിന് സകലതും കഴിയും. എന്നാൽ നാം ചെയ്യേണ്ടത് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവത്തിന് ഒന്നും ചെയ്യാൻ. ഹല്ലേലൂയ. എന്ത് നാം ചെയ്യണം? വേഗത്തിൽ 3 കാര്യങ്ങൾ. 1-ാം അധ്യായം 14-ാം വാക്യം. ഒരു ഉപവാസം നിയമിപ്പിൻ. ഒരു ഉപവാസ ദിവസം നിയമിപ്പിൻ. ഒരു ഉപവാസ ദിവസം. എല്ലാവരും പറഞ്ഞേ. ചിലരോട് ചില ദാസന്മാർ വന്നു ദൂതായിട്ട് വിളിച്ചു പറഞ്ഞു, സഹോദര നീ ഈ ദിവസങ്ങളിൽ വേർതിരിച്ച് ഉപവസിക്കണം. കേട്ടില്ല. എന്ത് ചെയ്യാൻ പറ്റും? വല്ല മനസ്സിലാകുന്നുണ്ടോ? സഭയ്ക്കകത്ത് വെച്ച് പറഞ്ഞ ഞാൻ കേട്ടത് എൻ്റെ കാതുകൊണ്ട്. സഹോദര നീ എന്ത് ചെയ്യണം? ആമേൻ. ഇനിയുള്ള ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉപവസിക്കാൻ പറ്റുമോ? ഇനി ചില കുടുംബത്തോട് ദൈവത്തിൻ്റെ ദൂതാണ്, നീ കുടുംബമായി ചെയ്യണം, ഉപവസിക്കണം. മനസ്സില്ലെങ്കിൽ ദൈവത്തിന് അനുഗ്രഹിക്കുവാൻ ഇഷ്ടമാണ്, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ ഇഷ്ടമാണ്. ദൈവം തൻ്റെ അഭിഷക്തനെ പ്രവാചകനെ വിളിച്ച് ദേശത്തോട് പറയുകയാണ്, നീ ഒരു ഉപവാസ ദിവസം നിയമിച്ച് പ്രാർത്ഥിക്കണം. പറഞ്ഞേ. ഹല്ലേലൂയ. വ്യക്തിപരമായ ജീവിതത്തിൽ എല്ലാവരും ശ്രദ്ധിച്ചേ, വ്യക്തിപരമായ ജീവിതത്തിലുണ്ടായ പരാജയം മാറണമെങ്കിൽ വ്യക്തിപരമായി ഉപവസിക്കണം. കുടുംബ ജീവിതത്തിൽ പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്നാ ചെയ്യണം? കുടുംബമായി ഉപവസിക്കണം. കുടുംബം എന്ന് പറഞ്ഞാൽ ഭാര്യ മാത്രമാണ് കുടുംബം. ബാക്കി ആർക്കും ആഹാരം കൊടുക്കരുതേ. അവൾ പ്രാർത്ഥിച്ചോളാം എനിക്ക് വേണ്ടി. ഒരു കൊട്ടേഷൻ ഇവിടെ കൊടുത്തിട്ടില്ല, കോൺട്രാക്റ്റ് ഒന്നും കൊടുത്തിട്ടില്ല.
അവൻ കുടുംബത്തിലെ പരാജയം മാറണമെങ്കിൽ കുടുംബമായിട്ട് ഉപവസിക്കണം. സഭയ്ക്ക് പരാജയമെങ്കിൽ സഭയായിട്ട് ഉപവസിക്കണം. ദേശത്തിൻ്റെ പരാജയമെങ്കിൽ ദേശമായിട്ട് ഉപവസിക്കണം. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. നിനിവെ പട്ടണത്തെ തകർക്കുമെന്ന് ദൈവം പറഞ്ഞപ്പോൾ ഹല്ലേലൂയ, ആബാലവൃദ്ധം കന്നുകാലികളടക്കം രാജാവ് മുതൽ അടിമ വരെ 3 ദിവസം ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഒരു യോനെ കൊണ്ട് പറഞ്ഞ പ്രവചനം ദൈവം മാറ്റി പറഞ്ഞെങ്കിൽ ആ ദേശം ഒരുമിച്ച് ഉപവസിച്ചത് കൊണ്ട്. കുടുംബത്തിന്റെ പരാജയം മാറണമെങ്കിൽ കുടുംബം ഒരുമിച്ച് ഉപവസിക്കണം. വ്യക്തി ജീവിതത്തിലെ പരാജയങ്ങൾ മാറണമെങ്കിൽ വ്യക്തിയായി ഉപവസിക്കണം. സഭയിലെ പരാജയങ്ങൾ മാറണമെങ്കിൽ സഭയായി ഉപവസിക്കണം. ഹല്ലേലൂയ. ആമേൻ. ഒരു ഉപവാസ ദിവസം തോന്നുമ്പോഴല്ല, നിയമിച്ച് ഉപവാസ ദിവസം എന്ന് ചെയ്യണം, നിയമിക്കണം. അടുത്തത് സഭായോഗം വിളിക്കണം. ഹല്ലേലൂയ. സഭയെത്തണം. ഇന്ന വിഷയത്തിന് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കുന്നത് എന്ന് പറഞ്ഞ ആമേൻ, നമ്മുടെ പരാജയം മാറുവാൻ, നാം ദൈവവുമായുള്ള ബന്ധം പുനഃസ്ഥാപിക്കുവാൻ ആമേൻ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അടുത്തത് മൂപ്പന്മാരെയും ദേശത്തിലെ സകല നിവാസികളെയും നിങ്ങളുടെ ദൈവമായ യഹോവയുടെ ആലയത്തിൽ കൂട്ടിവരുത്തുവേൻ, യഹോവയോട് നിലവിളിപ്പേൻ. ആമേൻ. ഒന്ന് എല്ലാവരും പ്രത്യേകമായ ഉപവാസ ദിവസം നിയമിച്ച് ആളുകൾ സഭയെ കൂട്ടി എന്നെ ചെയ്യണം, പ്രാർത്ഥിക്കണം. 2-ാം അധ്യായം 12-ാം വാക്യം. വേഗം. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും എന്നെ ചെയ്യണം. പകുതി ഹൃദയം അങ്ങോട്ട്, പകുതി ഹൃദയം ഇങ്ങോട്ട്. ഹല്ലേലൂയ. രാവിലെ ആരാധനയ്ക്ക് വരും. ആമേൻ. 6 മണിക്ക് വരും. 8 മണിയാകുമ്പോൾ ചെയ്യും, പോകും. ചിലർ 7:30 വരും, 9 പോകും. സ്വത്രം. പകുതി ആരാധനയല്ല, പകുതി പ്രാർത്ഥനയല്ല, പൂർണ്ണമായി പറഞ്ഞേ. സ്വത്രം. ആരാധന സമയം മാത്രമല്ല. ചിലർ പൂർണ്ണ സമയം വന്നിട്ടുണ്ട്, 6 മണിക്കേ വന്നു, 9 മണി വരെ ഇരുന്നു. എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഒന്നും തന്നെ ചെയ്തില്ല, അറിയത്തില്ല. അല്ല, പൂർണ്ണ ഹൃദയത്തോടെ, ഹൃദയം ഫുള്ളായി ദൈവസന്നിധിയിൽ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവേൻ. ടേൺ ബാക്ക് ടു ഗാഡ്. പറഞ്ഞേ, എങ്ങോട്ട് തിരിയണം? ദൈവത്തോട് തിരിയണം. ലോകത്തിന് അനുരൂപമാകാതെ ദൈവസന്നിധിയിലേക്ക് തിരിയുക, ദൈവത്തിൻ്റെ അടുത്തേക്ക് വരിക, ദൈവമായുള്ള ബന്ധം സ്ഥാപിക്കുവാൻ ദൈവത്തോട് ചോദിക്കുക, ദൈവത്തോട് കരയുക, കുറ്റങ്ങളെ ഏറ്റുപറയുക. അടുത്ത വാക്യം പറയുന്നു, നിങ്ങളുടെ വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ കീറിക്കൊണ്ട് ദൈവസന്നിധിയിലേക്ക് വരണം. പറഞ്ഞേ, 1 ഉപവാസ ദിവസം നിയമിക്കണം. 2 പൂർണ്ണ ഹൃദയത്തോട് വരണം. 3 വസ്ത്രത്തെയല്ല ഹൃദയത്തെ കീറിക്കൊണ്ട് ദൈവസന്നിധിയിൽ വരണം. ഇവിടെ 3-2 കാര്യങ്ങൾ കൂടെ പറയുന്നു. നമ്മെ തന്നെ താഴ്ത്തി, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, നമ്മെ തന്നെ താഴ്ത്തണം. ദൈവസന്നിധിയിൽ നമ്മെ താഴ്ത്തി ഏൽപ്പിക്കുക. ആമേൻ. ഹല്ലേലൂയ. കുറവുകളെ ദൈവസന്നിധിയിൽ എന്നെ ചെയ്യണം, ഏറ്റുപറയണം. നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾക്ക് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുക. ദൈവം മറുപടി നൽകും. കരമൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. നഷ്ടമുള്ളവരാരെങ്കിലും ഉണ്ടോ? ശത്രുവിനാൽ പോരാട്ടം അനുഭവിക്കുന്നവരുണ്ടോ? ആമേൻ. ആനന്ദം നഷ്ടപ്പെട്ടവരുണ്ടോ? ആഹാരം നഷ്ടപ്പെട്ടവരുണ്ടോ? പ്രതികൂലത്തിന് നടുവിൽ പോകുന്നവരുണ്ടോ? ഈ ഹല്ലേലൂയ ചെയ്യേണ്ടത് ചെയ്യുക. അടുത്തുള്ളവർ കൈ കൊടുത്ത് പറഞ്ഞ്, ദൈവം ആഗ്രഹിക്കുന്നത്, ആമേൻ, ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം പറയുന്നത് ചെയ്യണം. ഹല്ലേലൂയ. നമുക്ക് എസ്റ്റേറ്റിലെ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ സ്തോത്രം 3 കളർ മരുന്നുണ്ട്. ആമേൻ. സ്തോത്രം. അതുകൊണ്ട് വാങ്ങിയിട്ട് വരുന്നവരെല്ലാം ഡോക്ടറും കമ്പൗണ്ടറുമാണ്. ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ തന്നെ കൊടുക്കും. വീട്ടിലെ പിള്ളേർക്ക് വയറ്റുവേദന വന്നാൽ അതിലൊരു ഡോസ്. ആമേൻ. തലവേദന വന്നാൽ അതിൽ ഇനിയൊരു കളറുണ്ട്, അതിലൊരു ഡോസ്. സ്തോത്രം. ഹല്ലേലൂയ. പറഞ്ഞേ, ആമേൻ. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ ചെയ്യുവാനുള്ളവരല്ല,
നമ്മോടുള്ള ദൈവത്തിൻ്റെ ആലോചന കേൾക്കടാ. ഹല്ലേലൂയ. ആരെയും കോപ്പി അടിക്കരുത്. ചിലർ പറയും എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിൻ്റെ രഹസ്യം ഇതാണ്, ഉടനെ അത് കോപ്പി അടിക്കാൻ പോകണ്ട. ചിലർ പറയും ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോഴാണ് വിടുതൽ കിട്ടിയത്, അത് കോപ്പി അടിക്കാൻ പോകണ്ട. ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാൻ കഴിയും. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് വ്യക്തിപരമായി നമ്മോട് സംസാരിക്കാൻ കഴിയും. ചിലർ എന്തിനും ഏതിനും പ്രവാചകന്മാരെ തേടും. ഒരു പ്രവാചകൻ പറയും ആമേൻ സ്തോത്രം, വീട്ടിൻ്റെ വാതിൽ ഇപ്പുറത്ത് വെക്കണം. അടുത്ത പ്രവാചകൻ പറയും ഈ വാതിൽ വെച്ച് സെറ്റായിപ്പോയി. ഹല്ലേലൂയ. ആമേൻ. അടുത്ത പ്രവാചകൻ പറയും ഈ സ്ഥലം പോലും ശരിയല്ല. ഹല്ലേലൂയ. ചില വർഷങ്ങൾക്ക് മുൻപ് ഒരു വീട്ടിൽ പാസ്റ്റർ അറിയാതെ ഉപവാസ പ്രാർത്ഥന നടന്നു. ശ്രദ്ധിക്കുന്നുണ്ടോ? ആമേൻ. അവരൊരു സഭയ്ക്ക് പോകുന്നവരാണ്. ആ സഭയിലെ പാസ്റ്റർ അറിയാതെ ആ വീട്ടിൽ പ്രവാചകനെ വിളിച്ച് പ്രാർത്ഥിപ്പിച്ചു. പ്രവാചകൻ പറഞ്ഞു എത്രയും വേഗത്തിൽ നിങ്ങൾ ഈ വീട് വിട്ട് മാറണം, ഇല്ലെങ്കിൽ അനർത്ഥം വരാൻ പോവുകയാണ്. എന്നെ ചെയ്തു? ആമേൻ. സ്വന്തം വീട് വിട്ടിട്ട് അവൻ വാടക വീട്ടിൽ മറ്റൊരാളുടെ വീട്ടിൽ പോയിരുന്നു. സ്വത്ര മകള് തീ കൊടുത്തി ചത്തു. അയ്യോ, ഇപ്പം ചിന്തിക്കുക ആരായിരിക്കും ഇത്? ആരായാലെന്താൽ വല്ലതും കേട്ടിട്ട് വല്ലതും പുറകെ പോകരുത്. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? എന്നോട് ദൈവത്തിന് സംസാരിക്കാൻ കഴിയും. ഇന്ന് ഗൂഗിൾ മാപ്പെല്ലാം നമ്മുടെ കയ്യിൽ കിട്ടി. ഇതില്ലെങ്കിൽ നമുക്ക് വഴി അറിയത്തില്ല. ഇവിടെ നിന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകാൻ വഴി അറിയത്തില്ല. സ്വത്ര ചന്തയിൽ പോയി നമ്മൾ ചോദിക്കുക വഴി എങ്ങനെയാന്ന്. അവിടെ നിൽക്കുന്ന ഒരു മഹാൻ പറഞ്ഞു, സ്വത്രം എവിടേക്കാണ് പോകുന്നത്? കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്. സ്വത്രം എനിക്കറിയാം, ഞാൻ വണ്ടി കയറിക്കോളാം, പോകാം. അദ്ദേഹം നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുക. എങ്ങോട്ട്? കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക്. ഇനി അടുത്തിരിക്കുന്ന വല്ലവരെയും നോക്കിയിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിക്കുന്ന വഴി ഏതാ ഒന്ന് പറയുമെന്ന് നമ്മൾ പറയുമോ? പറഞ്ഞാൽ എന്താ പ്രശ്നം? വല്ലതും പറഞ്ഞേ. നമ്മൾ പിന്നെയും വണ്ടി നിർത്തി ആ പേട്ടയിൽ പോയപ്പോൾ, നടക്കലിൽ പോയപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോകുന്ന വഴി ഏതാ? സ്വത്ര ഈരാറ്റുപേട്ടയിൽ ചെന്നിട്ട് വഴി ഏതാ? പാലായിൽ ചെന്നിട്ട് വഴി ഏതാ എന്ന് വഴി പോകുന്നവരോടൊക്കെ ചോദിച്ചു വെച്ചിരുന്നാൽ ഇദ്ദേഹം എന്നാ പറയും? എടാ പൊട്ടാ, ഞാൻ നിന്നോടല്ലേ പറഞ്ഞത്, ഞാൻ നിന്നെ എവിടെ കൊണ്ടുപോവാം. വല്ലതും പിടികിട്ടുന്നുണ്ടോ? സർവശക്തനായ ദൈവം നമ്മുടെ വീട്ടിൽ കയറിയിരിക്കുക. ഇപ്പം വഴി കാണിക്കുന്നവൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവനെ അകത്തിരുത്തിയിട്ടാണ് ഇപ്പം പ്രവാചകന്മാരോട് പാസ്റ്റേ വല്ലതും പറയണേ. പിടികിട്ടുന്നുണ്ടോ? പിടികിട്ടിയവരൊന്ന് സ്വത്രം പറഞ്ഞേ. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. നീ നടക്കേണ്ട വഴി ഞാൻ നിനക്ക് കാണിച്ചു തരും. കണ്ണടച്ച് പ്രാർത്ഥിക്ക്. ഇപ്പൊ ഉറങ്ങണ്ട, മുട്ടിട്ടൊന്ന് പ്രാർത്ഥിക്ക്. നഷ്ടം മാറണമെങ്കിൽ ഒന്ന് പ്രാർത്ഥിക്ക്. പ്രവാചകനെ തപ്പിപ്പോകണ്ട, വല്ലവരുടെ കാല് പിടിക്കാൻ പോകണ്ട. കുടുംബമായി ഒരുമനപ്പെട്ട് ഐക്യപ്പെട്ട് ആമേൻ വീട്ടിനകത്ത് നിലവിളിച്ചൊന്ന് കരഞ്ഞൊന്ന് പ്രാർത്ഥിക്ക്. അറിയാത്ത വഴി തുറക്കും. ആമേൻ. അന്നയെ പോലെ ആലയത്തിൽ ഒന്ന് കണ്ണുനീര് തൂവി, കർത്താവേ എൻ്റെ പ്രതിയോഗി എന്നെ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ എന്നും 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 എന്നെ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു. എന്നോട് ചോദ്യം ചോദിക്കുന്നവർ അനേകർ, എന്നെക്കുറിച്ച് വെല്ലുവിളി ഉയർത്തുന്നവർ അനേകർ, എന്നെക്കുറിച്ച് ഇല്ലാത്ത കെട്ടുകഥകൾ പറയുന്നവർ അനേകർ, എന്നെ നിന്ദിക്കുന്നവർ അനേകർ. അവർക്ക് മുൻപിൽ നിൽക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. കർത്താവേ, ഒന്ന് കണ്ണുനീർ തൂവി ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. എൻ്റെ തലമുറകളെ പരിഹസിക്കുന്നു, എൻ്റെ കുടുംബത്തെ പരിഹസിക്കുന്നു. ഇനി എനിക്ക് പരിഹാസം ചുമക്കുവാൻ കഴിയത്തില്ല. ഇനി എനിക്ക് നിന്ദ ചുമക്കുവാൻ കഴിയത്തില്ല. ഇനി എനിക്ക് ഈ കഷ്ടം ചുമക്കുവാൻ കഴിയത്തില്ലെന്ന് ദൈവസന്നിധിയിൽ ഒന്ന് മുട്ടുകുത്തി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കേ. അവൻ നിനക്ക് വേണ്ടി വഴി തുറക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തെ പിടിക്കുന്നതിന് പകരം മനുഷ്യനെ പിടിക്കരുത്.
ദൈവത്തെ പിടിക്കേണ്ടതിന് പകരം മനുഷ്യന്റെ പുറകെ പോകരുത്. വല്ലവരുടെയും പുറകെ പോയി അവര് പറയുന്നത് കേട്ട് അവൻ അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്ന് നേർച്ചകൾ കൊടുക്കുവാൻ, കാഴ്ചകൾ കൊടുക്കുവാൻ, മന്ത്രവാദം ചെയ്യുവാൻ, ആമേൻ ഹല്ലേലൂയ, ഇരുട്ടിന്റെ വ്യാപാരത്തിന് നീ അടിമയായി പോകരുത്. ദൈവം ഭക്ഷിക്കുന്ന അഗ്നിയാണ്. ദൈവകോപം നിന്റെ നേരെ ജ്വലിച്ചാൽ നിനക്ക് നിൽക്കുവാൻ കഴിയത്തില്ല. മനം തിരിയുന്നതിന് പകരം ഷോർട്ട് കട്ടുകൾ, കുറുക്കുവഴികൾ, അവൻ വേഗത്തിൽ അനുഗ്രഹം പ്രാപിക്കാമെന്ന് പറഞ്ഞ് വല്ലവരെ കാണിച്ചു തരുന്ന കുറുക്കുവഴിയിൽ കൂടെ നീ യാത്ര ചെയ്യരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ ലഭിക്കുവാൻ കൃപാസനം ഇവിടെ ഉണ്ട്. മറ്റൊരു കൃപാസനത്തെ തേടി പോകരുത്. തൽസമയം കൃപ ലഭിക്കുവാൻ ദൈവസന്നിധിയിൽ വരണം. ഈ പറഞ്ഞ വാക്യങ്ങൾ വിട്ടിട്ട് ആമേൻ പൂർണ്ണ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ വരാതെ, ഹൃദയം മുറിഞ്ഞ് ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ മനസ്സില്ലാതെ, കുടുംബമായി ആമേൻ ഉപവാസ ദിവസം നിയമിക്കുവാൻ കഴിയാതെ, നീ കൊടുത്ത നേർച്ച കൊണ്ടോ കാഴ്ച കൊണ്ടോ നീ ചെയ്ത ഹല്ലേലൂയ പുണ്യം കൊണ്ടോ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കത്തില്ല. അത് പിന്നെയും അടയ്ക്കപ്പെടുകയാണ്, സന്തതികൾക്ക് ശാപമായി തീരും. ജീസസ്, ഹല്ലേലൂയ. ദഹിപ്പിക്കുന്ന അഗ്നിയോട് കളിക്കരുത്. ഭക്ഷിക്കുന്ന അഗ്നിയാണത്. പാസ്റ്ററിന്റെ കണ്ണു മറയ്ക്കാം, സഭയുടെ കണ്ണു വെട്ടിക്കാം. കുറുക്കുവഴിയിൽ ആമേൻ അനുഗ്രഹം പ്രാപിക്കുവാൻ വേണ്ടി വല്ലവരും പറഞ്ഞു തരുന്ന ആലോചനകളുടെ പുറകിൽ പോകരുത്. എനിക്ക് ശക്തമായി അറിയാം, ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി ചിലരോട് അറിയിക്കുന്ന ദൂതാണിത്. ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരു വാക്യമാണിത്. വചനമല്ല, ആമേൻ. ഞാൻ +2 പഠിക്കുമ്പോൾ ഓട്ടോഗ്രാഫി എഴുതാൻ വേണ്ടി എല്ലാവരും ഓട്ടോഗ്രാഫ് എല്ലാമായിട്ട് പോകുമ്പോൾ ഒരു അധ്യാപകൻ്റെ കയ്യിൽ ഫിസിക്സ് സാർ, അദ്ദേഹത്തിൻ്റെ പേര് നരസിംഹം, ഹല്ലേലൂയ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയപ്പോൾ അദ്ദേഹം എൻ്റെ ആമേൻ ആ ബുക്ക് മേടിച്ചിട്ട് എഴുതി, നെവർ എവർ യൂസ് ഷോർട്ട് കട്ട് മെത്തേഡ്സ് ഇൻ യുവർ ലൈഫ്. വല്ലതും മനസ്സിലായോ? നിന്റെ ജീവിതത്തിൽ ഒരിക്കലും കുറുക്ക് വഴികൾ ഉപയോഗിക്കരുത്. ഇന്ന് കുറുക്ക് വഴി നല്ലതായിട്ട് തോന്നും. വേഗത്തിൽ നന്മ പ്രാപിക്കാം, വേഗത്തിൽ കോടീശ്വരനാകാം, വേഗത്തിൽ ആമേൻ ഹല്ലേലൂയ ഡാഷ് ഡാഷ് ഡാഷ്, അത് വേഗത്തിൽ പോകും. പറഞ്ഞേ, കുറുക്ക് വഴിയല്ല. ദൈവം തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. ദൈവസന്നിധിയിൽ കുറുക്ക് വഴികൾ ഒന്നുമില്ല. ദൈവസന്നിധിയിൽ എല്ലാവർക്കും ഒരേ വചനമാണ്. ആമേൻ. 2000 വർഷങ്ങളായി, 4000 വർഷങ്ങളായി, 6000 വർഷങ്ങളായി എല്ലാവർക്കും ഒരേ വചനം തന്നെയാണ്. എന്നാൽ വ്യത്യസ്തമായി ദൈവം ഇടപെടും, വ്യത്യസ്തമായി ദൈവം സംസാരിക്കും. ഹല്ലേലൂയ. ദൈവമായുള്ള ബന്ധമാണ് ഏറ്റവും വലുത്. പറഞ്ഞേ, ഹല്ലേലൂയ. അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവമായുള്ള ബന്ധം. ഹല്ലേലൂയ. ഇണപരിയാത്ത ബന്ധം. പറഞ്ഞേ, ദൈവമായുള്ള കൂട്ടായ്മ. എപ്പോഴും 24 മണിക്കൂറും യേശുവിനോട് കൂടെ ഉണ്ട്. എൻ്റെ കർത്താവ് എന്നെ കാണുന്നു എന്നുള്ള ആ വലിയ ബന്ധം. ആ ബന്ധം നഷ്ടപ്പെട്ടെങ്കിൽ ഒരു ഭക്തന് പ്രകാരം പറഞ്ഞു, ദൈവ സാന്നിധ്യം ഞാൻ നഷ്ടപ്പെട്ടിട്ട് ജീവിക്കുന്നതേക്കാൾ ഞാൻ മരിക്കുന്നത് നല്ലത്. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഹല്ലേലൂയ. ജീവിതത്തിൽ ദൈവം നമ്മോട് കൂടെ ഇല്ല എന്ന് നാം അറിയുമ്പോൾ ഇന്ന് നാം ജീവിച്ചിട്ട് കാര്യമല്ല. ക്രൂസിൽ ഒരു സെക്കൻഡ് യേശു പിതാവാം ദൈവത്തെ കണ്ടില്ല. അപ്പോഴാണ് കാറി വിളിച്ചത്, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്തിന്? അത്രയ്ക്കാഴമായ ഒരു ബന്ധം ദൈവമായുള്ള ബന്ധത്തിലേക്ക് നാം മടങ്ങി വന്നാൽ റീകണക്ട് വിത്ത് ഗാഡ്. പറഞ്ഞേ, റീകണക്ട് വിത്ത് ഗാഡ്. ഉപവാസത്തോട് കണക്ട് ചെയ്യാം, പൂർണ്ണ ഹൃദയത്തോട് കണക്ട് ചെയ്യാം. ഹൃദയം കീറി പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന, കണ്ണീരോട് നിലവിളിക്കുന്ന പ്രാർത്ഥന, താഴ്മയോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഹല്ലേലൂയ, കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നമ്മെ വീണ്ടും ദൈവമായ ഒരു ബന്ധത്തിലേക്ക് കൊണ്ടുവരും. ദൈവമായുള്ള ബന്ധം നമ്മുടെ ജീവിതത്തിൽ പുനഃസ്ഥാപിക്കപ്പെട്ടാൽ 18 മുതൽ അധ്യായം തീരുന്നത് വരെ പറയപ്പെടുന്ന അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും.
ഒന്ന് വേഗത്തിൽ പറഞ്ഞു നിർത്താം. ഹല്ലേലൂയ. ദൈവമായുള്ള ബന്ധം ആമേൻ സ്ഥാപിക്കപ്പെട്ടാൽ 18-ാം വാക്യം, ദൈവം തൻ്റെ ജനത്തെ ആദരിച്ചു. വേഗത്തിലിട്ട് 18-ാം വാക്യം, ദൈവം തൻ്റെ ജനത്തെ ആമേൻ അങ്ങനെ യഹോവ തൻ്റെ ദേശത്തിന് വേണ്ടി തീഷ്ണത കാണിച്ചു, തൻ്റെ ജനത്തെ ആദരിച്ചു. அப்பொழுது கர்த்தர் தமது தேசத்துக்காக வைராக்கியம் கொண்டு தமது ஜனத்தை கடாட்சிப்பார். ഓ എത്ര മനോഹരമായ വാക്യം. അടുത്തുള്ളവർക്ക് കൈ കൊടുത്ത് പറഞ്ഞ്, എന്നെ അനാഥനായി വിടുന്ന ദൈവത്തെയല്ല ഞാൻ സേവിക്കുന്നത്, എൻ്റെ തകർച്ച കാണുന്ന ഒരു ദൈവത്തെയല്ല ഞാൻ സേവിക്കുന്നത്. ഞാൻ മടങ്ങി വരുമ്പോൾ എനിക്ക് വേണ്ടി വൈരാഗ്യം കൊണ്ട്, എനിക്ക് വേണ്ടി ഹല്ലേലൂയ തീഷ്ണത കാണിച്ച് താമൻ എന്നെ ആദരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ സേവിക്കുന്നത്. ഈ പകൽക്കാല എന്നെ തള്ളിയവരുടെ മുൻപിൽ എൻ്റെ അപ്പൻ എന്നെ കൈവിട്ടു, എൻ്റെ അമ്മ എന്നെ കൈവിട്ടു, എൻ്റെ സഹോദരങ്ങൾ എന്നെ കൈവിട്ടു, എൻ്റെ സ്നേഹിതന്മാർ എന്നെ കൈവിട്ടു, എന്നെ ഹല്ലേലൂയ സ്തോത്രം ഈ ലോകത്തിലെ സകലരും എന്നെ കൈവിട്ടപ്പോൾ എൻ്റെ ദൈവമോ എന്നെ ആദരിച്ചു. ആദരിക്കുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ഉണ്ട്. ഈ പകൽക്കാല ദേശത്തെ ദൈവം ആദരിക്കട്ടെ, ജനത്തെ ദൈവം ആദരിക്കട്ടെ, സഭയെ ദൈവം ആദരിക്കട്ടെ, കുടുംബങ്ങളെ ദൈവം ആദരിക്കട്ടെ. പത്തൊമ്പതാമത്തെ വാക്യം വേഗത്തിൽ, 19-ാമത്തെ വാക്യം. യഹോവ തന്റെ ജനത്തിന് ഉത്തരം അരുളി ചെയ്തു. ആമേൻ, ഹല്ലേലൂയ. എത്ര മനോഹരമായ വാക്യം. ഹല്ലേലൂയ. നാളുകളായി നീ പ്രാർത്ഥിച്ച വിഷയങ്ങൾ, വർഷങ്ങളായി നീ പ്രാർത്ഥിച്ച വിഷയം, ഹല്ലേലൂയ ഉപവസിച്ച വിഷയം, കരഞ്ഞ വിഷയം, ഹല്ലേലൂയ. തുള്ളൻ വെട്ടിൽ പച്ചപ്പുഴു വെട്ടിക്കിളി എൻ്റെ നന്മയെ ഭക്ഷിച്ച് കളഞ്ഞ കർത്താവേ, ആനന്ദം എന്നെ വിട്ട് പോയി കിടഞ്ഞ കർത്താവേ, ദുഷ്ടൻ എനിക്ക് വിരോധമായി വന്നിരിക്കുന്ന കർത്താവേ, എൻ്റെ ജീവിതത്തിൽ തകർച്ചയാണ് കർത്താവേ എന്ന് നീ കരഞ്ഞ പ്രാർത്ഥിച്ച വിഷയത്തിന്റെ നടുവ് ദൈവം തന്റെ ജനത്തിന് ഉത്തരം അരുളിയത് എങ്ങനെയാണ്? ആമേൻ, ഞാൻ നിങ്ങൾക്ക് ധാന്യവും വീഞ്ഞും എണ്ണയും ഹല്ലേലൂയ ആമേൻ നൽകും, നിങ്ങൾ അതിനാൽ തൃപ്തി പ്രാപിക്കും. ഞാൻ ഇനി നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്നയാക്കുകയുമില്ല. ഞാൻ ഇനി നിന്നെ നിന്റെ കുടുംബത്തെ, നിന്റെ തലമുറയെ ഈ ദേശത്തിന്റെ നടുവിൽ നിന്നയായി പരിഹാസ വസ്തുവായി ഞാൻ നിന്നെ മാറ്റത്തില്ല. ചില നിന്ദകൾ മാറട്ടെ, ചില നിന്ദകൾ ഉരുട്ട് മാറട്ടെ, ചില കുടുംബത്തിന്റെ മേൽ വീണ നിന്ദകൾ, ചില ശാപങ്ങൾ ഈ പകൽക്കാലം പൊട്ടി മാറട്ടെ. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. വലിയ ദൈവ സാന്നിധ്യം, വലിയ ദൈവ സാന്നിധ്യം. ഈ പകൽക്കാലം ചില വിടുതലുകൾ സംഭവിക്കട്ടെ, ആഴത്തിൽ ചില അത്ഭുതങ്ങൾ നടക്കട്ടെ. ജീസസ് 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 ജീസസ്. ആമേൻ. 21 ദേശമേ ഭയപ്പെടേണ്ട, ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. യഹോവ 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 വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ശബ്ദമായി പറഞ്ഞ്, എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി വൻ കാര്യങ്ങളെ ചെയ്യും. ആരും കാണാത്തത് ഇതുവരെ, ഹല്ലേലൂയ, ആരും അറിയാത്തത് 2008 ദൈവം പറഞ്ഞു, അത് ദൈവം നിവർത്തീകരിച്ചു. എന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ദൈവം നിവർത്തീകരിച്ചു. സഭയോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ ദൈവം നിവർത്തീകരിച്ചു. ഈ പകൽക്കാല പ്രിയ തലമുറകളെ, കുടുംബങ്ങളെ, ജനമേ, ഹല്ലേലൂയ, ദൈവമക്കളെ, നിന്നോട് പറഞ്ഞത് ദൈവം നിവർത്തീകരിക്കും. എത്ര പേർ വിശ്വസിക്കുന്നു? അവൻ പോഷ്ക്ക് പറയുന്ന മനുഷ്യനല്ല, അവൻ മനസ്സ് മാറുന്ന മനുഷ്യനല്ല, മനം മാറി പോകുന്നവനല്ല. നിന്നെ ആദരിക്കുന്ന ദൈവം, നിന്നോട് പറഞ്ഞതിനെ നിവർത്തീകരിക്കുന്ന ദൈവം. വിളിച്ചു പറഞ്ഞേ, നീ ഭയപ്പെടേണ്ട. ഘോഷിച്ചുല്ലസിച്ച് സന്തോഷിക്കുക. യഹോവ യഹോവ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. 23-ാമത്തെ വാക്യം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. തക്ക സമയത്ത് തക്ക അളവായി നിങ്ങൾക്ക് മുൻമഴ തരുന്നു. അവൻ മുൻപേ പോലെ നിങ്ങൾക്ക് മുൻമഴയും പിന്മഴയുമായ വർഷം ചെയ്തു തരുന്നു. ഹല്ലേലൂയ. ആമേൻ. മൺകട്ടകളുടെ ഇടയിൽ കിടക്കുന്ന വിത്തുകൾ, മുളയ്ക്കുവാൻ കഴിയാതെ കിടക്കുന്ന വാഗ്ദത്തങ്ങൾ,
ആമേൻ, മറുപടിയില്ലാതെ കിടക്കുന്ന പ്രാർത്ഥനകൾ അതിന് മറുപടി ഉണ്ടാകണമെങ്കിൽ ആകാശം തുറന്ന് തക്ക സമയത്ത് മുൻമഴ പിന്മഴ പെയ്യുമ്പോൾ ഒരു കൊയ്ത്ത് ദൈവം നൽകുവാൻ പോകുകയാണ്. ഈ പകൽക്കാല ദേശത്തിൽ, കുടുംബത്തിൽ, ഹല്ലേലൂയ, സഭയ്ക്കകത്ത് വലിയ ഒരു കൊയ്ത്തിന് വേണ്ടിയുള്ള മഴ 2025 ദൈവം പെയ്യിക്കുവാൻ പോകുകയാണ്. ഹല്ലേലൂയ. വിതയ്ക്കുവാൻ ഒരു മഴ നൽകിയതുപോലെ കൊയ്യേണ്ടതിന് ഒരു മഴ ദൈവം നൽകും. വിശ്വാസമുള്ളവർ കരങ്ങളടിച്ചൊന്ന് സ്തോത്രം ചെയ്താട്ടെ. ഓ രാധാലാറിയാത്തരതലമന, നാളുകളായി വിതച്ചത്, വർഷങ്ങളായി വിതച്ചതിനെ ആമേൻ ഹല്ലേലൂയ കൊയ്യുവാൻ വേണ്ടിയുള്ള ഒരു പിന്മഴ ദൈവം നൽകും. ഹല്ലേലൂയ. 24-ാമത്തെ വാക്യം. അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. ഓ, കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും. അടുത്തുള്ളവർക്ക് കൈയിട്ട് പറഞ്ഞേ, നീ ഇന്ന് കാണുന്നത് പോലെയല്ല. എനിക്കും ബാങ്കിൽ ബാലൻസ് ഉണ്ടാകും, എനിക്കും ഡിപ്പോസിറ്റ് ഉണ്ടാകും, എൻ്റെ അക്കൗണ്ട് ശൂന്യമാകത്തില്ല. ഓ ഹല്ലേലൂയ. ആമേൻ. വിശ്വാസമുള്ളവർ പറഞ്ഞാൽ മതി, വിശ്വാസം ഇല്ലാത്തവർ പറയരുതേ, പറയരുതേ, പറയരുതേ. ആമേൻ. വിശ്വാസമുള്ളവർ പറഞ്ഞ്, ഞാൻ കടം കൊടുക്കുന്നവനായി തീരും, ഞാൻ വായ്പ വാങ്ങുന്നവനായി തീരത്തില്ല. ആമേൻ. നിന്നോട് തന്നെ പറയരുത്, അടുത്തുള്ളവർ കേൾക്കട്ടെ, സാത്താൻ കേൾക്കട്ടെ. ആർക്കറിയാം അടുത്തുള്ള വ്യക്തിയുടെ അകത്ത് സാത്താൻ ഉണ്ടോ യേശു ഉണ്ടോ എന്ന്? ഒന്ന് വാ തുറന്ന് പറഞ്ഞേ, ഞാൻ കടം കൊടുക്കത്തില്ല, ആമേൻ, കടം വാങ്ങത്തില്ല, കടം കൊടുക്കും. ഹല്ലേലൂയ. എൻ്റെ ബിസിനസ്സിനെ ദൈവം അനുഗ്രഹിക്കും, എൻ്റെ ജോലിയെ ദൈവം അനുഗ്രഹിക്കും, എനിക്കും ബാങ്കിൽ ചില ബാലൻസ് ഉണ്ടാകും. ഹല്ലേലൂയ. ഓ, കളപ്പുരകളെ നന്മ കൊണ്ട് ദൈവം നിറയ്ക്കും. ഓ, സമ്പത്ത് കൊണ്ട് ദൈവം നിറയ്ക്കും, ആഹാരം കൊണ്ട് ദൈവം നിറയ്ക്കും. ഹല്ലേലൂയ. ശൂന്യമായി കിടക്കുന്ന കളപ്പുരകൾ, നഷ്ടത്തിൽ പോകുന്ന ഹല്ലേലൂയ വ്യാപാരങ്ങൾ, നഷ്ടം കൊണ്ട് നിറഞ്ഞതിന്, കടം കൊണ്ട് നിറഞ്ഞതിന്, പട്ടിണി കൊണ്ട് നിറഞ്ഞതിന്, ശൂന്യമായതിന്, അങ്ങനെ കളപ്പുരകൾ ധാന്യം കൊണ്ട് നിറയും, ചക്കുകൾ വീഞ്ഞും എണ്ണയും കൊണ്ട് കവിയും. ഹല്ലേലൂയ. എന്റെ ജനം, എന്റെ ജനം ഒരു നാളും ലജ്ജിച്ച് പോകത്തില്ല. വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന ഒരു വാക്യമാണ്, എന്റെ ജനം, എന്റെ ജനം ഒരു നാളും. ഹല്ലേലൂയ. അവസാനമായി 28-ാം വാക്യം. അന്ത്യകാലത്ത് സർവ ജഡത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും, ഞാൻ സകല ജനത്തിന്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. പറഞ്ഞേ ഹല്ലേലൂയ. ആമേൻ. ദൈവമായുള്ള ബന്ധം സ്ഥാപിച്ചു കഴിയുമ്പോൾ സകല ജഡത്തിന്റെ മേലും പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനെ, പരിശുദ്ധാത്മാവെന്ന ആത്മാവെന്ന നിക്ഷേപത്തെ ദൈവം പകരും. നിങ്ങളുടെ പുത്രന്മാർ, പുത്രിമാർ പ്രവചിക്കും. പ്രവചനം കേൾക്കുവാൻ ഓടണ്ട. എൻ്റെ പുത്ര, എൻ്റെ പുത്രിമാർ പ്രവചിക്കും, എൻ്റെ മൂപ്പന്മാർ സ്വപ്നങ്ങളെ കാണ്, എൻ്റെ യൗവനക്കാർ ദർശനങ്ങളെ കാണ്. എൻ്റെ പുത്രിമാരുടെ മേലും പുത്രന്മാരുടെ മേലും ഓ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി വന്നിറങ്ങുമ്പോൾ സകലവിധ കൃപാവരങ്ങളെ കൊണ്ട് ദൈവം നിറയ്ക്കും. അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി സഭയെ ദൈവം ഒരുക്കും, സഭയെ കുടുംബങ്ങളെ കർത്താവ് ഒരുക്കിയെടുക്കും, ദൈവം പണിതെടുക്കും. ഹല്ലേലൂയ. ഈ പകൽക്കാലം പണിയുന്നവനായ ദൈവം നമ്മുടെ നടുവിലുണ്ട്. വലിയ ഒരു ദൈവ സാന്നിധ്യം ആലയത്തെ നിറയ്ക്കുന്നു. ഹല്ലേലൂയ. കൊച്ചു പൈതകട്ട നാവുകളെ തീ കരലുകളായി ദൈവം മാറ്റട്ടെ. ഓ, നാവുകളെ ദൈവം അഭിഷേകം ചെയ്യട്ടെ. ഓ, യെശയ്യാവിന്റെ അധരത്തെ തൊട്ട് അഗ്നി. ഓ ഹല്ലേലൂയ. മോശയെ ഹോരേബിൽ വെച്ച് സന്ദർശിച്ച ദൈവത്തിന്റെ അഗ്നി ഈ പകൽക്കാല ചിലരെ ശുശ്രൂഷകൾക്ക് വേണ്ടി വേർതിരിക്കട്ടെ, ചിലരെ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ഓ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ശക്തി ജനത്തിന്റെ മേൽ ശക്തമായി ഈ പകൽക്കാലം വ്യാപരിക്കുമാറാകട്ടെ. എല്ലാ കരങ്ങളെ തട്ടി ആത്മനിറവോടുകൂടെ എല്ലാവരും ആരാധിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.